അസ്സലാമു അലൈക്കും. BEGC 106 പോപ്പുലർ ലിറ്ററേച്ചറിലെ ഫസ്റ്റ് ബ്ലോക്ക് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ബാക്കിയുള്ള ഏകദേശം എല്ലാ ബ്ലോക്കുകളും നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല, കാരണം ഒരുപാട് മാർക്സ് ഇതിന് ചോദിക്കും. കാരണം പോപ്പുലർ ലിറ്ററേച്ചറിൻ്റെ എന്താണ് പോപ്പുലർ ലിറ്ററേച്ചർ എന്നതിൻ്റെ ആ ഒരു മെയിൻ കോർ കിടക്കുന്നത് ഈ ഫസ്റ്റ് ബ്ലോക്കിലാണ്. അപ്പോൾ ഫസ്റ്റ് ബ്ലോക്കിൽ നമ്മൾ കാര്യമായിട്ട് പഠിക്കുന്നത് കൾച്ചർ എന്താണ്, ഐഡിയോളജി എന്താണ്, സിവിലൈസേഷൻ എന്താണ്, പിന്നെ പോപ്പുലർ കൾച്ചർ, പോപ്പുലർ ലിറ്ററേച്ചർ, പിന്നെ വേറെയും കുറച്ച് ഹൈബ്രോ, ലോബ്രോ, അതേപോലെ പോസ്റ്റ് മോഡേണിസം, പിന്നെ എന്താണ് ചിക്ലെറ്റ്, കിച്ച്, കാനൺസ്, ക്ലാസിക്കൽസ്, അങ്ങനെ കുറേ ടേംസാണ് ഈ ഒരു ഫസ്റ്റ് സെക്ഷനിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യം തുടങ്ങുന്ന ലിറ്ററേച്ചറിൽ നിന്നാണ്. വാട്ട് ഈസ് ലിറ്ററേച്ചർ? അത് പോപ്പുലർ ലിറ്ററേച്ചർ പഠിക്കുമ്പോൾ എന്താണ് പോപ്പുലർ എന്നും എന്താണ് ലിറ്ററേച്ചർ എന്നും നമ്മൾ പിന്നെ വേറെ പഠിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്, ലിറ്ററേച്ചർ ഈസ് ദ റിഫ്ലക്ഷൻ ഓഫ് കൾച്ചർ ഓഫ് ഇറ്റ്സ് ടൈം ആൻഡ് ഇറ്റ്സ് ആൾസോ ദ മിറർ ഓഫ് ദ സൊസൈറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ ലിറ്ററേച്ചർ അതേപോലെ ഇറ്റ് ഈസ് റെക്കോർഡ് ആണ്. ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് എവിഡൻസ് ഉണ്ട്. അപ്പോൾ അതായത് ഒരു കാലഘട്ടത്തിലെ ഒരു ബുക്ക് എടുത്ത് വായിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ആ കാലഘട്ടം എങ്ങനെയാണ് പ്രതിനിധീകരിച്ചത്, അന്നത്തെ ആൾക്കാരുടെ ജീവിത രീതി എങ്ങനെയായിരുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൻ്റെ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ആ ഒരു വർക്കിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതാണ് ലിറ്ററേച്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ പോപ്പുലർ എന്ന വാക്ക്, ആ ഒരു വാക്ക് വന്നിട്ടുള്ളത് ഗ്രീക്ക് വേർഡായ പോപ്പുലസിൽ നിന്നാണ്. അതിൻ്റെ മീനിങ് പ്യൂപ്പിൾ എന്നാണ്. അപ്പോൾ മെജോറിറ്റി ഓഫ് എന്താണ് എയ്തർ ഫിക്ഷൻ ഓർ നോൺ ഫിക്ഷൻ ആയിക്കൊള്ളട്ടെ, പോപ്പുലർ പിന്നെ വർക്ക്സുകൾ അതിൽ നിന്ന് ഉണ്ടാവാൻ തുടങ്ങി. പിന്നെ പോപ്പുലർ കൾച്ചർ ഈസ് ആൾസോ നോൺ ആസ് മെജോറിറ്റി കൾച്ചർ. അപ്പോൾ ഒരുപാട് പേരുടെ ഉൾക്കൊള്ളുന്ന ഒരു കൾച്ചർ, അതാണ് പോപ്പുലർ കൾച്ചർ, അതാണ് മെജോറിറ്റി കൾച്ചർ. ഒരുപാട് മെജോറിറ്റി എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു പേരാണ് പോപ്പുലർ എന്ന് പറയുന്നത്. വളരെ പോപ്പുലറായെന്ന് പറയുമ്പോൾ ഒരുപാട് പേരിലേക്ക് എത്തി, അല്ലെങ്കിൽ അതിൽ ഒരുപാട് പേര് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സംഭവമാണ് എന്നുള്ളതാണല്ലോ അർത്ഥം വെക്കുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു മീനിങ്. പിന്നെ കൾച്ചർ എന്ന് പറയുന്ന ആ വേർഡ് ഡിറൈവ് ചെയ്യുന്നത് കൾട്ടുറ എന്ന വാക്കിൽ നിന്നാണ്. അതിൻ്റെ മീനിങ് വരുന്നത് ഇൻഹാബിറ്റ്, കൾട്ടിവേറ്റ്, പ്രൊട്ടക്റ്റ്, ഹോണർ വിത്ത് വേർഷിപ്പ്, അതേപോലെ ബിഹേവിയർ ആൻഡ് ലൈഫ് സ്റ്റൈല്, പീപ്പിൾ, അവരുടെ ലാംഗ്വേജ്, തോട്ട്സ്, പൊളിറ്റിക്സ്, ഹാബിറ്റ്സ്, എല്ലാ കാര്യവും കൾച്ചറിൽ ഇൻക്ലൂഡഡ് ആണ്. അതേപോലെ കൾച്ചറിൻ്റെ ഒരു ഡെഫിനിഷനായിട്ട് നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എവരിതിങ് എബൌട്ട് ദ ഹ്യൂമൻ സൊസൈറ്റി. ഇറ്റ് റെഫേഴ്സ് ടു ദ നോളജ് ഫീച്ചേഴ്സ് ഓഫ് എ സ്പെസിഫിക് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ലിവിങ് ഇൻ എ റീജിയൻ എന്നുള്ളതാണ്. അതായത് ഒരു പെർട്ടിക്കുലർ സ്പേസിൽ ജീവിക്കുന്ന പിന്നെ ആൾക്കാർക്ക് അവരുടെ ഒരു ലൈഫ് സ്റ്റൈലും അവരുടെ ഒരു ഫീച്ചേഴ്സൊക്കെ ഏകദാണ്ട് ഒരുപോലെ ആയിരിക്കും. അവരുടെ അവർ ക്യാരി ചെയ്യുന്ന കൾച്ചറും ഒക്കെ, ലാംഗ്വേജ് ആണെങ്കിലും അവർ ക്യാരി ചെയ്യുന്ന ലൈഫ് സ്റ്റൈലാണെങ്കിലും ഒക്കെ ഒരുപോലെ ആയിരിക്കും എന്നാണ് പറയുന്നത്. പിന്നെ കൾച്ചറിന് ഓവർ സെഞ്ച്വറീസ് വരുന്ന മാറ്റങ്ങളാണ് പറയുന്നത്. അതായത് 16th സെഞ്ച്വറിയിൽ കൾച്ചർ എന്ന് പറയുന്നത് ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ കൾട്ടിവേഷൻ ഓഫ് ഹ്യൂമൻ ആട്രിബ്യൂട്ട്സ് എന്ന രീതിയിലാണ് പറയുന്നത്. 18th സെഞ്ച്വറി ആകുമ്പോഴേക്കും അതൊരു എൻലൈറ്റൻമെൻറ്റ് കൺസെപ്റ്റിലേക്ക് വരികയാണ്. അപ്പോൾ അതൊരു എൻലൈറ്റ്മെൻറ്റ് കൺസെപ്റ്റിലേക്ക് വരുമ്പോൾ സിവിലൈസേഷൻ എന്ന രീതിയിലേക്ക് വരുന്നു. 19th സെഞ്ച്വറിയിൽ ആ ഒരു അതും എക്സ്പാൻഡ് ചെയ്തിട്ട് കൾച്ചറും സിവിലൈസേഷനും രണ്ടായിട്ടാണ് പിന്നീട് പറയുന്നത്. അപ്പോൾ എന്താണ് സിവിലൈസേഷൻ എന്ന് പറയുന്നത്? ആ ഒരു ടേം അവിടെ വേറെ വരികയാണ് കേട്ടോ. സിവിലൈസേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രോസസ് ഓഫ് സിവിലൈസിങ് ഓർ ഡെവലപ്പിംഗ് ദ സ്റ്റേറ്റ് ഓഫ് ഹ്യൂമൻ സൊസൈറ്റി ടു ദ എക്സ്റ്റെൻറ്റ് ദാറ്റ് കൾച്ചർ, ഇൻഡസ്ട്രി, ടെക്നോളജി, ഗവൺമെൻറ് റീച്ചസ് ദ മാക്സിമം ലെവൽ. അപ്പോൾ ആ ഒരു സിവിലൈസേഷൻ എന്ന് പറയുന്ന വേർഡ് അത് വരുന്നത് ഒരു ലാറ്റിൻ വേർഡായിട്ടുള്ള സിവിക്സിൽ നിന്നാണ്. അതിൻ്റെ സിവിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സിവിലിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പൗരൻ എന്നാണ് അർത്ഥം. അതായത് സംവൺ ഹൂ റിസൈഡ്സ് ഇൻ എ ടൗൺ. ഒരു ടൗണിൽ നമുക്ക് വീടുണ്ടെങ്കിൽ, ഇപ്പം നമ്മുടെ ഈ സ്ഥലത്ത് നമ്മൾ താമസിക്കുന്ന ഇടം, ആ ഇടത്ത് അപ്പോഴാണ് നമ്മൾ അവിടുത്തെ പൗരന്മാരായി മാറുന്നത്. അപ്പോൾ സിവിലൈസേഷൻ എന്ന് പറയുന്നത് ഒരു കൾച്ചറിൻ്റെ ഒരു എക്സ്പാൻഡ് ഫോമാണ്. കൾച്ചർ ഒരു ഡെവലപ്പ് ചെയ്യുന്ന ഓരോ മനുഷ്യനും സിവിലൈസ്ഡ് ആവുമെന്ന് പറയുന്നത്. കൾച്ചർ എല്ലാവർക്കും ഉണ്ട്. അത് ലോ, ഹൈ, പല രീതിയിലുള്ള കൾച്ചറായിരിക്കും എന്ന് മാത്രം. ഓരോ മനുഷ്യനും ഡിഫറെൻ്റ് ആണ് കൾച്ചറിൽ. പക്ഷേ സിവിലൈസേഷൻ എന്ന് പറയുന്നത് അതിൽ നിന്നൊക്കെ മാറി എല്ലാ രീതിയിലും
ഒരു ഇൻഡസ്ട്രി വൈസിൽ, ടെക്നോളജി വൈസിൽ, ഗവൺമെൻറ്റിൻ്റെ ഒക്കെ വൈസിലും അതേപോലെ മനുഷ്യൻ്റെ ഇന്നർ സ്റ്റേറ്റിലും ഒക്കെ ഉണ്ടാകുന്ന ഒരു ഡെവലപ്മെൻറ്റാണ് സിവിലൈസേഷൻ എന്ന് പറയുന്നത്. പിന്നെ എന്താണ് സിവിലൈസേഷനെ കുറിച്ച് പറയുന്നത്, ഇറ്റ്സ് നോട്ട് കൺഫൈൻഡ് ഇൻ എ ടൗൺ. അതൊരു ടൗണിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ ഡെവലപ്മെൻറ്റ്, ഈ ഒരു സിവിലൈസേഷൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് ടേക്കിംഗ് അബൌട്ട് അഡോപ്റ്റിംഗ് ബെറ്റർ വേസ് ഓഫ് ലിവിങ് ആൻഡ് മേക്കിംഗ് ബെസ്റ്റ് പോസിബിൾ യൂസ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് സാറ്റിസ്ഫൈയിങ് നീഡ്സ് ഓഫ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. അതായത് നമുക്ക് ലഭ്യമാകുന്ന റിസോഴ്സസ് വെച്ചിട്ട് അതിനെയൊക്കെ അഡാപ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ബെറ്റർ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് എങ്ങനെ അതിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള ഒരു നോട്ടം, അതാണ് സിവിലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റിസോഴ്സസ് എക്സ്പ്ലോയിറ്റ് ചെയ്യല്ല ഉദ്ദേശിക്കുന്നത്, നമുക്കുള്ളത് ഒരു ബെറ്റർ രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ട് നമുക്ക് ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുന്നത് തന്നെയാണ് സിവിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സിവിലൈസ്ഡ് ആവുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ് സിവിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പിന്നീട് നമ്മൾ പറയുന്ന മറ്റൊരു ടേമാണ് ഐഡിയോളജി. ഐഡിയോളജി എന്ന് പറഞ്ഞാൽ അത് എന്താണ് മലയാളത്തിൽ പറയുമ്പോൾ അത് ആദർശം എന്ന് പറയും. ഐഡിയോളജി അത് നമ്മുടെ ഡോമിനൻറ്റ് ബിലീഫാണ് അല്ലേ. ഇറ്റ്സ് എ സെറ്റ് ഓഫ് ഒപ്പീനിയൻ ഓർ ബിലീഫ് of a group or an individual. Also it refers a set of ideas and perception that related to our particular culture. അതായത് നമ്മുടെ ഒരു മനുഷ്യൻ്റെ ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള വിശ്വാസങ്ങളും അവൻ്റെ കാഴ്ചപ്പാടുകൾ ഒക്കെ ആണ് ആ ഒരു സെറ്റ് ഓഫ് ഐഡിയാസിനെ ബിലീഫ്സിനെ ആണ് ഐഡിയോളജി എന്ന് പറയുന്നത്. പിന്നെ ആ ഐഡിയോളജി എന്തായിരിക്കും, അത് എന്തിനെ റിലേറ്റ് ചെയ്തിട്ടായിരിക്കും, നമ്മുടെ കോറായിട്ടുള്ള ഒരു കൾച്ചർ ഉണ്ടാവും, നമ്മൾ വിശ്വസിക്കുന്ന നമ്മളുടെ പൊളിറ്റിക്സ് അല്ലെങ്കിൽ നമ്മുടെ റിലീജിയൻ അല്ലെങ്കിൽ നമ്മൾ വളർന്നു വന്നിട്ടുള്ള നമ്മൾ പണ്ട് മുതലേ കേട്ട് വെച്ചിട്ടുള്ള നമ്മുടെ ബിലീഫ് സിസ്റ്റംസ് ഉണ്ടാവും. അപ്പോൾ ഇതിനെയൊക്കെ റിലേറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഐഡിയോളജികളും ഉണ്ടാവുക എന്നാണ് പറഞ്ഞത്. പിന്നെ അപ്പോൾ നമ്മളൊരു വർക്ക് ചെയ്താണെങ്കിൽ ആൻഡ് ഐഡിയോളജി ഡോമിനൻ്റ് ഐഡിയ വിൽ ബി ഹിഡൻ ഇൻ എവരി വർക്ക് ഓഫ് ലിറ്ററേച്ചർ ഓർ നോവൽ അല്ലെങ്കിൽ സിനിമ. നമ്മളൊരു സിനിമ ഉണ്ടാക്കുകയാണെങ്കിൽ, നമ്മളൊരു നോവൽ എഴുതുകയാണ് എന്നുണ്ടെങ്കിൽ പിന്നെ അതിൽ നമ്മുടെ ഡോമിനൻ്റ് ബിലീഫ് അതിൽ കാണാൻ പറ്റും. നമ്മുടെ കാഴ്ചപ്പാടുകൾ കൊണ്ട് യോജിച്ച് പോവാത്തൊരു കാര്യം നമ്മൾ ഒരിക്കലും എഴുതി പിടിപ്പിക്കില്ല. അപ്പോൾ അതാണ് ഐഡിയോളജി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ മാസ് കൾച്ചർ എന്താണ്? മാസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മെജോറിറ്റി എന്നാണ് അർത്ഥം. അപ്പോൾ മെജോറിറ്റിയുടെ ഒരു കൾച്ചറിൻ്റെ ഫീച്ചേഴ്സ് വരാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഡെവലപ്ഡ് ഇൻ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി ഇൻ ഇൻഡസ്ട്രിയൽ സിറ്റീസിലാണ് അത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. പിന്നെ അത് ആക്സസബിൾ ആണ്, അതേപോലെ അണ്ടർസ്റ്റാൻഡബിൾ ആണ്. ആൻഡ് ഇറ്റ് ബിൽഡ് ഫോർ പീപ്പിൾ നോട്ട് ബൈ ദ പീപ്പിൾ. ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് പിന്നെ എൻകറേജ്ഡ് പാസീവ് കൺസ്യൂമർ ബിഹേവിയർ ഒക്കെ അതിനെ എൻകറേജ് ചെയ്യുന്നുണ്ട്. പിന്നെ മാസ് മീഡിയയുടെ ഒരു എക്സാമ്പിൾസ് ആണ് ഫിലിംസ്, റേഡിയോ, ടെലിവിഷൻ, ബുക്സ്, മ്യൂസിക്. ഇതൊക്കെ മാസ് മീഡിയയുടെ ഒരു എക്സാമ്പിൾസ് ആണ്. പിന്നെ എന്താണ് ഫിക്ഷൻ അല്ലെങ്കിൽ ഫാൻറ്റസി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഫിക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ലിറ്ററേച്ചർ സെറ്റ് ഇൻ ആൻ ഇമാജിനറി യൂണിവേഴ്സ്. അതായത് ഇപ്പം ഫിക്ഷണൽ വർക്ക്സ് ഒരുപാട് ജനറൽസ് ഇതിൽ പഠിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ സയൻസ് ഫിക്ഷൻ പഠിക്കുന്നുണ്ട്, അതേപോലെ ഗ്രാഫിക് നോവൽ എന്ന ആ ഐറ്റം പഠിക്കുന്നുണ്ട്, പിന്നെ ഡിറ്റക്റ്റീവ് നോവൽ പഠിക്കുന്നുണ്ട്, ചിൽഡ്രൻസ് ലിറ്ററേച്ചർ പഠിക്കുന്നുണ്ട്, യങ് അഡൾട്ട് ജെൻഡർ പഠിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇതിൽ പഠിക്കുന്നുണ്ട്. ഇത് കുറച്ച് അതായത് നമ്മുടെ മെയിൻ സബ്ജക്ട്സിൽ കുറച്ച് ടഫായിട്ടുള്ള സബ്ജക്റ്റ് തന്നെയാണ് പോപ്പുലർ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഫിക്ഷൻ എന്ന് പറയുന്ന ആ ഒരു ഫാൻസി നോവൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം മനസ്സിൽ വരുന്ന എന്താണ്, ഒരു ഹാരി പോട്ടർ പോലെയൊക്കെയുള്ളൊരു നോവൽ അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ സെറ്റിങ് എന്താണ്, ഒരു ഇമാജിനറി വേൾഡ് ആണ് അല്ലേ. അതിൽ മാജിക്ക്, അതേപോലെ സൂപ്പർ നാച്ചുറൽ പവേഴ്സ്, അങ്ങനെയുള്ള എക്സ്ട്രാ സംഭവങ്ങളാണ്, മാജിക്കൽ ക്രിയേച്ചേഴ്സ് കോമൺ ഇൻ മെനി ഓഫ് ദീസ് ഇമാജിനറി വേൾഡ്സ് ഒക്കെ ഇതിലതാണ് ഇതിൽ ഉൾപ്പെടുന്നത്. അതേപോലെ അത് സത്യത്തിൽ ആദ്യമൊക്കെ പണ്ട് കാലത്തൊക്കെ വെറും കുട്ടികൾക്ക് വേണ്ടിയാണ് ക്രിയേറ്റ് ചെയ്തതെങ്കിൽ പിന്നീട് ഇപ്പോൾ ബോത്ത് പിന്നെ അഡൾട്ടും അതേപോലെ ചൈൽഡും ഈ പറയുന്ന ഫാൻറ്റസി നോവൽസ് കാണാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഫാൻറ്റസി നോവൽ ഈസ് ഡിസ്റ്റിങ്വിഷ്ഡ് ഫ്രം ദി ജെൻഡർ ഓഫ് സയൻസ് ഫിക്ഷൻ ആൻഡ് ഹൊററിൽ നിന്നും പിന്നെ സയൻസ് ഫിക്ഷനിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആണ് ഫാൻറ്റസി നോവൽ എന്ന് പറയുന്നത്. കാരണം അതിന് ഒരു ലോജിക്കൽ ബേസ് ഒന്നും ഉണ്ടാവില്ല. ഫാൻറ്റസി എന്ന് പറയുമ്പോൾ ഒരു ഹൈ എമൗണ്ട് ഓഫ് ക്രിയേറ്റിവിറ്റിയാണ് നമ്മളിലേക്ക് വരുന്നത്. അങ്ങനെ ഒരു ഇമാജിനേറ്റീവ് മറ്റൊരു വേർഡിലേക്കുള്ള ഒരു ഇമാജിനേറ്റീവ് പവർ അവിടെ ഉണ്ടാക്കുന്നു എന്നല്ലാതെ അതിന് ബേസിക് ആയിട്ടുള്ള ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു
കാൽക്കുലേഷൻസ് ഒന്നും ഫാൻസി ജനറൽ നോവൽസിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ്. പിന്നെ അടുത്തൊരു ടേമാണ് നമ്മൾ പഠിക്കുന്നത്, വാട്ട് ഇസ് കാനൺ. കാനൺ എന്താണ്, കാനാനിക്കൽ എന്താണ്, അതായത് ലിറ്റററി കാനൺ എന്താണ് എന്നുള്ളതാണ്. അതായത് കാനൺ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് സേക്രഡ് ബുക്സ് ലൈക്ക് ഹോളി ഖുർആൻ അല്ലെങ്കിൽ ബൈബിൾ എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ ഒരു കളക്ഷനാണ് കാനൺ എന്ന് പറയുന്നത്. പിന്നെ ലിറ്റററി കാനൺ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ അതേപോലെ അതിൽ ഒരുപാട് ഡീപ്പായിട്ടുള്ള ഇൻറ്റൻസ് ആയിട്ടുള്ള തോട്ട്സ്, കണ്ടൻസ്, ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള പിന്നെ മനുഷ്യനെ ഇൻസ്ട്രക്റ്റീവും ആയിട്ടുള്ള ഒരുപാട് എലമെൻറ്റ്സ് കാനൺസിൽ ഉണ്ടാകും. അതായത് നമുക്കറിയാം, ഇപ്പം ഖുറാനാണെങ്കിലും ബൈബിളാണെങ്കിലും രാമായണമാണെങ്കിലും മഹാഭാരതമാണെങ്കിലും ഇതിലൊക്കെ മനുഷ്യനെ മുന്നോട്ട് നയിക്കാൻ പറ്റുന്ന ഇൻസ്ട്രക്ഷൻസ് നൽകുന്നുണ്ട്, മനുഷ്യനെ കറക്റ്റ് എങ്ങനെ ജീവിക്കണം എന്നുള്ള ഒരു സ്ട്രക്ചർ നൽകുന്നുണ്ട്. അതേപോലെ ഒരുപാട് മനുഷ്യനെ അതായത് അത് യൂണിവേഴ്സൽ സബ്ജക്റ്റ് ആയിരിക്കും. അത് ഇന്ന് എടുത്തു നോക്കിയാലും 2 നൂറ്റാണ്ട് മുമ്പ് എന്ന് എടുത്തു നോക്കിയാലും അതിൻ്റെ ആ ഒരു സബ്ജക്റ്റ് എന്നും റെലവൻ്റ് ആയിരിക്കും. അതേപോലെ കാനൺ എന്ന് പറയുന്നത് പിന്നെ ഇപ്പോൾ ക്ലാസിക് എന്ന് പറയുന്നതും കാനണുമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. പക്ഷെ ക്ലാസിക്കലിന് ബന്ധമല്ല. ക്ലാസിക്കും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ കാനോണിക്കൽ എന്ന് പറയുന്നത് ഈ കാനൺ വർക്ക്സിൻ്റെ ഉള്ളിലുള്ള വർക്ക്സ് ആണ്. ഇപ്പോൾ ഒരു ഖുറാൻ എടുക്കുകയാണെങ്കിൽ അതിൽ ഒരുപാട് അധ്യായങ്ങളില്ലേ, അപ്പോൾ ആ വർക്ക്സിനെയാണ് കാനോണിക്കൽ എന്ന് പറയുന്നത്. പിന്നെ ലിറ്റററി കാനണിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ അത് ഈ ടെസ്റ്റ് ഓഫ് ടൈമിനെ, അത് ഏത് പീരിയഡ് ഓഫ് ടൈമിലും അതിൻ്റെ തീം നിൽക്കും, ടെസ്റ്റ് ഓഫ് ടൈമിനെ ഓവർകം ചെയ്യും. അതേപോലെ അതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ അതിൻ്റെ തീം യൂണിവേഴ്സലായിരിക്കും. ഇപ്പോൾ വെസ്റ്റേൺ കാനണായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് പിന്നെ ഇപ്പോൾ ഷേക്സ്പിയറിൻ്റെ ആ 4 ട്രാജഡീസ്, മാക്ബത്ത്, പിന്നെ ഒഥല്ലോ, അതൊക്കെ നമുക്ക് എക്സാമ്പിളായിട്ട് പറയാം. അതേപോലെ ഇന്ത്യൻ കാനൺസാണ്, ഇപ്പോൾ മഹാഭാരതമാണെങ്കിലും രാമായണമാണെങ്കിലും ഇന്ത്യൻ കാനൺസാണ്. അപ്പോൾ അത്രയും ഡെപ്ത് ആയിട്ടുള്ള കണ്ടൻസും പിന്നെ വാല്യുബിൾ ആയിട്ടുള്ള പിന്നെ എലമെൻസും കൈകാര്യം ചെയ്യുന്നത് കൊണ്ടാണ് അതിനെ കാനൺ എന്ന് പറയുന്നത്. പിന്നെ ആൾ ക്ലാസിക്കൽസ് ആർ നോട്ട് കാനൺസ്. ക്ലാസിക്കൽ ആണ് എന്ന് വെച്ചിട്ട് അത് കാനൺ ആവുന്നില്ല. ക്ലാസിക്കൽ എന്ന് പറഞ്ഞാൽ ടേം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പിന്നെ ഒക്കെ പഠിച്ചിട്ടുണ്ട്. മറ്റൊരു ഇതിലാണ് 107 നമ്മൾ പഠിക്കുന്നത് എന്താണ് ക്ലാസിക്കൽ എന്ന്. ക്ലാസിക്കൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫോം ഓഫ് ആൻഷ്യൻ്റ് റോമൻ ആൻഡ് ഗ്രീക്ക് ലിറ്ററേച്ചർ ഫോമിൽ നമ്മൾ റൈറ്റിങ്സ് എഴുതുന്നതിനെയാണ്. അതൊരു ഫോം ഓഫ് റൈറ്റിംഗ് ആണ്. അതായത് ഫോളോസ് ദ ആൻഷ്യൻ്റ് ഗ്രീക്ക് ആൻഡ് റോമൻ ലിറ്ററേച്ചർ. അത്രേ ക്ലാസിക്കലിന് മീനിങ് ഉള്ളൂ. അപ്പോൾ അതേപോലെ നമുക്കറിയാം ക്ലാസിക്കൽസ് ആണ് ഹോമറിൻ്റെ ഇലിയാഡ്, അതേപോലെ വേർജിലിൻ്റെ ഏനൈഡ്, അതേപോലെ മിൽട്ടൻ്റെ പാരഡൈസ് ലോസ്റ്റ് ഒക്കെ. കാരണം അതൊക്കെ പണ്ടത്തെ ക്ലാസിക്കൽസ് ആണ്. പക്ഷെ അതൊന്നും കാനൺ ആയിക്കൊള്ളണം എന്നില്ല. എല്ലാ ക്ലാസിക്കൽസും കാനൺ ആയിക്കൊള്ളണം എന്നില്ല. കാനൺ ആവണമെങ്കിൽ അതിന് നല്ല ഡെപ്തുള്ള വാല്യൂസുള്ള കണ്ടൻസ് വേണം. അത് പിന്നെ ടെസ്റ്റ് ഓഫ് ടൈമിനെ ഓവർകം ചെയ്യുന്നതും യൂണിവേഴ്സൽ സബ്ജക്റ്റ് ഡീൽ ചെയ്യുന്നതൊക്കെ ആയിരിക്കണം എന്നുള്ളതാണ്. പിന്നെ അതേപോലെ വളരെ എക്സാമ്പിളാണ് ലിറ്റററി കാനന് ഒരു എക്സാമ്പിളായിട്ടുള്ളൊരു സംഭവമാണ് ഇന്നും ഗളിവേഴ്സ് ട്രാവൽ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ 108 ജൊനാഥ സ്വിഫ്റ്റിൻ്റെ 1726 തോന്നുന്നുണ്ട് അതിൽ പുറത്തിറങ്ങിയ പിന്നെ ഗളിവേഴ്സ് ട്രാവൽ എന്ന് പറയുന്നത് അത് ഒരു ലിറ്റററി കാനനായിട്ട് പറയാം. കാരണം ചിൽഡ്രൻസ് ലിറ്ററേച്ചറായിട്ടും ഇപ്പോഴത്തെ ഒരു പൊളിറ്റിക്കൽ സട്ടൈറിക്കലായിട്ടും ഹ്യൂമൻ കൈൻഡിൻ്റെ പൊളിറ്റിക്കൽ സട്ടയറായിട്ടും ഇന്നും വായിക്കപ്പെടുന്ന ഒരു വർക്കാണ് ഈ പറയുന്ന പിന്നെ ജൊനാഥ സ്വിഫ്റ്റിൻ്റെ ഗളിവേഴ്സ് 26. അപ്പോൾ പിന്നെ അതാണ് ലിറ്റററി കാനണിന് ഒരു ഉദാഹരണമാണ് അതെന്ന് പറയുന്നത്. പിന്നെ ലിറ്റററി കാനണിനെ കുറിച്ച് പറയുന്നത് കാനൺ എന്താണെന്ന് പറഞ്ഞല്ലോ. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ കൾച്ചറൽ തിയറി, അതായത് ലോ ബ്രോസ് ഹൈ ബ്രോസ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. എന്താണ് ലോ ബ്രോ, എന്താണ് ഹൈ ബ്രോ?
അതായത് കൾച്ചറൽ തിയറി പ്രപ്പോസസ് ബോത്ത് ഹൈ ആൻഡ് ലോ കൾച്ചർ. അതാണ് അതായത് ബ്രോൺ ഉദ്ദേശിക്കുന്നത് ഒരു കൾച്ചർ എന്ന മീനിങ്ങിലാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഹൈ സ്റ്റാൻഡ്സ് ഫോർ ഒരു സൊസൈറ്റിയിൽ എല്ലാവരും മിക്സ്ഡ് ആയിട്ടാണ് ജീവിക്കുന്നത്. ഹൈ പിന്നെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള പീപ്പിൾ ആണെങ്കിലും കോമൺ പീപ്പിൾ ആണെങ്കിലും മിക്സ്ഡ് ആയിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ ഹൈ സ്റ്റാൻഡേർഡ് പീപ്പിൾ, ഹൈ സ്റ്റാൻഡ്സ് ഫോർ എലൈറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള പീപ്പിളാണ്. അവരുടെ വർക്ക്സ് ആണ് ഹൈബ്രോ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇതേപോലെ എന്താണ് ഡെപ്ത് ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള തോട്ട്സും അതേപോലെ ഡെപ്ത് കണ്ടൻറ്റും വാല്യുബിൾ ആയിട്ടുള്ള ആ ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് ഒക്കെ പിന്നെ ഫോളോ ചെയ്യുന്നതാണ് ഹൈ ബ്രോ വർക്ക്സ് എന്ന് പറയുന്നത്. എന്നാൽ ലോ ബ്രോ വർക്ക്സ് എന്ന് പറയുന്നത് അത് ഒരുപാട് പേര് അത് കോമൺ പീപ്പിളിൻ്റെ വർക്കാണ്. പിന്നെ അത് പെസൻസ്, അതായത് മിഡ് 19th സെഞ്ച്വറിയിൽ ഈ പെസൻസ് കൾച്ചർ കൂടി ഈ ഒരു പെസൻസിൻ്റെ അഗ്രികൾച്ചറൽ ആ ഒരു സംഭവം കൂടി ഇതിൽ ആഡ് ആയിട്ടുണ്ട് ഈ ഒരു ലോ ബ്രോയിൽ. കാരണം കോമൺ പീപ്പിൾ കൂടുതലും വരുന്നത് പെസൻസ് ആണ്. പിന്നെ ഈ ആ വർക്ക്സിൻ്റെ ഒരു പേർപ്പസ് എന്ന് പറയുന്നത്, ലോ ബ്രോൻ്റെ ഒരു പേർപ്പസ് എന്ന് പറയുന്നത് എന്താണ്, അതൊരു ജസ്റ്റ് ഫോർ അമ്യൂസ്മെൻറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള നമുക്കൊരു പ്ലഷർ തരുന്ന, ഒരു ഇൻസ്റ്റൻറ്റ് പ്ലഷർ തരുന്ന, ജസ്റ്റ് വായിച്ചിരിച്ച് പോകാൻ പറ്റുന്ന, പിന്നെ ഇന്നറായിട്ടുള്ള മീനിങ് ഒന്നും ഇല്ലാത്ത വർക്ക്സിനെയാണ് ലോ ബ്രോ വർക്ക്സ് എന്ന് പറയുന്നത്. പക്ഷെ അതാണ് പോപ്പുലർ വർക്കായിട്ട് കണക്കാക്കുന്നത്. കൂടുതൽ ആളുകൾ വായിച്ചിരുന്നത് ഈ ഒരു പിന്നെ ലോ ബ്രോ വർക്ക്സ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിനി ഡിഫറൻസ് ബിറ്റ്വീൻ ക്ലാസിക്കൽസും ക്ലാസിക്സും ആണ് നോക്കാനുള്ളത്. അതായത് ക്ലാസിക് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് സംതിങ് ദാറ്റ് വി ആർ ഗിവിങ് ഹൈലി ഇമ്പോർട്ടൻറ്റ് ടു, അതേപോലെ വാല്യൂഡ് ആയിട്ടുള്ള എലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ക്ലാസിക് എന്ന് പറയാം. അത് ക്യാനൺ വർക്ക്സിൻ്റെ പോലെ തന്നെയാണ്. ഇപ്പോൾ പിന്നെ എന്താണ് നല്ല ഒരു ഡെപ്ത് ഉള്ള കണ്ടൻസ്, അതേപോലെ ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള തോട്ട്സ്, പിന്നെ എക്സലൻ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ ഉള്ളതാണ്. അതേപോലെ അത് ടെസ്റ്റ് ഓഫ് ടൈമിനെയൊക്കെ ഓവർകം ചെയ്യും. അപ്പം ഇതാണ് ക്ലാസിക് എന്ന് പറയുന്നത്. ക്ലാസിക്കൽ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, ഇറ്റ്സ് ഫോം ഓഫ് റൈറ്റിംഗ് ആണ് ദാറ്റ് ഫോളോസ് ദ ആൻഷ്യന്റ് റോമൻ ആൻഡ് ഗ്രീക്ക് ലിറ്ററേച്ചർ. പിന്നെ ഇനി നമ്മൾ എന്താണ് പോപ്പുലർ ക്ലാസിക്സ്, അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ക്ലാസിക്സ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഹൈ വാല്യൂ കണ്ടൻറ്റുള്ള ഇൻസ്ട്രക്റ്റീവ് ഐഡിയാസ് ഉള്ള സംഭവമാണ് ക്ലാസിക്സ്. അപ്പോൾ പോപ്പുലർ എന്ന് പറയുമ്പോൾ എന്താണ്, അത് കുറച്ചും കൂടി ആളുകളിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ബോത്ത് ഈ ഹൈ വാല്യൂ കണ്ടൻറ്റും അതിലുണ്ട്, അതേപോലെ തന്നെ അതിനൊരു മാർക്കറ്റിംഗ് വാല്യൂ ഉണ്ട്. അതായത് ഒരുപാട് ആളുകൾ അതിലേക്ക് എത്തുന്നുണ്ട്. ഇപ്പോൾ രാമായണം ആണെങ്കിലും മഹാഭാരതം ആണെങ്കിലും പിന്നെ ഇപ്പോൾ കാളിദാസൻ്റെയൊക്കെ പണ്ടത്തെ പിന്നെ ശാകുന്തളം, അതൊക്കെ ഒരു പോപ്പുലർ ക്ലാസിക്കാണ്. കാരണം അത് എല്ലാവർക്കും കേട്ടാൽ തന്നെ അറിയും. അത് ലോ ബ്രോ പീപ്പിൾ ആണെങ്കിലും ഹൈ ബ്രോ പീപ്പിൾ ആണെങ്കിലും കൾച്ചർ വ്യത്യാസമില്ലാതെ തന്നെ എന്താണ് ഈ പോപ്പുലർ ക്ലാസിക്സ് ഒക്കെ എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് അത് പോപ്പുലർ ക്ലാസിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് പേരുകളിലേക്ക് എത്തുന്നതാണ് പോപ്പുലർ ക്ലാസിക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്താണ് നോഷൻ ഓഫ് ടേസ്റ്റ്, അങ്ങനെ ഒരുപാട് ഇനി നോഷൻ ഓഫ് ടേസ്റ്റ് ഉണ്ട്, എക്സെപ്റ്റേറ്റിസ് ഉണ്ട്, കിച്ച് ഉണ്ട്, അതേപോലെ ചിക്ലിറ്റ് ഉണ്ട്. അങ്ങനെ ഓരോ ടേംസുകൾ പഠിക്കാനാണുള്ളത് പോസ്റ്റ് മോഡേണിസം. അപ്പോൾ എന്താണ് നോഷൻ ഓഫ് ടേസ്റ്റ് എന്ന് പറയുന്നത്, ഇറ്റ്സ് പ്ലേസ് എ സെൻറ്റർ ഓഫ് എനി ആർട്ട്. എല്ലാ ആർട്ടിലും ഒരു നോഷൻ ഓഫ് ടേസ്റ്റ് ഉണ്ട്. ഇറ്റ് ഈസ് വേർത്തി ഓർ ഇറ്റ് ഹാസ് ഗുഡ് ക്വാളിറ്റി ഡിസൈൻ. അതായത് നമ്മളൊരു സിനിമ ഒരു വർക്ക് കാണുമ്പോൾ അത് പിന്നെ നല്ല ക്വാളിറ്റി ഉള്ളതാണ്, അത് എന്താണെന്നുള്ളതൊക്കെ ജഡ്ജ് ചെയ്യുന്നത് ആരാണ്, അത് കാണുന്ന പീപ്പിളാണ്. അതേപോലെ തന്നെ ഇറ്റ്സ് എ സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്. ജഡ്ജ് ദ വർക്ക് വിത്ത് ദ ടേസ്റ്റ് ഓഫ് ദി വർക്ക്, ബിക്കോസ് സംതിങ് ലൈക്ക് അത് മെസ്സേജ്, ക്വാളിറ്റീൻ്റെ കണ്ടൻറ്റ്, ഈ സംഭവങ്ങൾ അതാണ് അത്. പിന്നെ എൻ്റെ ടേസ്റ്റ് എല്ലാ സിനിമ നമുക്ക് ഇപ്പോൾ ചിലർക്ക് എൻ്റർടൈനിങ് ആയിട്ടുള്ള സിനിമകളേക്കാണ് താല്പര്യം, ചിലർക്ക് സൈക്കോളജിക്കൽ ത്രില്ലേഴ്സ് ആയിരിക്കും താല്പര്യം, ചിലർക്ക് ഫാമിലി ബീച്ചിലുള്ള സിനിമകളായിരിക്കും താല്പര്യം. അപ്പോൾ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് എന്ന് പറഞ്ഞില്ല. അപ്പോൾ അതാണ് നോഷൻ ഓഫ് ടേസ്റ്റ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. പിന്നെ എക്സ്റ്റാറ്റിസ് എന്ന് പറയുന്നത്, എക്സ്റ്റാറ്റിസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ഹൈ പ്ലഷർ എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. ഇറ്റ്സ് ഒരു പ്ലഷർ എന്താണ് പ്രിൻസിപ്പിളാണ് ഇവിടെ വരുന്നത്. ആ ഒരു ടേം വരുന്നത് പോസ്റ്റ് മോഡേണിസത്തിന് ശേഷമാണ്. ഇമോഷണൽ ഫീലിംഗ് ഓഫ് ഓഡിയൻസ് ആണ് എക്സ്റ്റാറ്റിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അരിസ്റ്റോട്ടിൽ ഉണ്ടല്ലോ, അപ്പോൾ അരിസ്റ്റോട്ടിലിൻ്റെ പോയറ്റിക് പ്രിൻസിപ്പിളൊക്കെ അനുസരിച്ച് അരിസ്റ്റോട്ടിൽ നമ്മൾ ട്രാജഡിൻ്റെ ആളാണ്.
അപ്പോൾ പിന്നെ ട്രാജഡി ഒരിക്കലും ഒരു എനി ടൈപ്പ് ഓഫ് പിന്നെ പ്ലഷർ കൊണ്ടുവരുന്നില്ല എന്ന് പറയുന്നുണ്ട്. ആകെ ഈ പ്ലഷറും എക്സൈറ്റ്മെൻറ്റും ഒക്കെ കൊണ്ടുവരുന്ന ത്രില്ലേഴ്സാണ്. ത്രില്ലേഴ്സ് ക്യാൻ ഇവോക്ക് പ്ലഷർ ആൻഡ് എക്സൈറ്റ്മെൻറ്റ് ത്രൂ ദി ഓഡിയൻസ്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളായിട്ട് പറഞ്ഞിട്ടുള്ളത് നമുക്ക് തന്നെ പഠിക്കാനുള്ള 3rd ബ്ലോക്കിലെ അഗത ക്രിസ്റ്റിയുടെ പിന്നെ ദ മർഡർ ഓഫ് റോജർ അക്രയോഡ് എന്നുള്ളത് നമുക്കൊരു എക്സാമ്പിളായിട്ട് പറയാം. കാരണം അതൊരു ഡിറ്റക്റ്റീവ് ത്രില്ലറാണ്. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ പറഞ്ഞിട്ടുള്ളത് എന്താണ് ചിക്ലിറ്റ് എന്നുള്ള ആ ഒരു പേടാണ്. എന്താണ് ചിക്ലിറ്റ്? അതായത് നോവൽ ഓഫ് 18th സെഞ്ച്വറിയിലുള്ള പിന്നെ ഒരു ഡയറി ഫോം റൈറ്റിംഗ് ആണ് ചിക്ലിറ്റ് എന്ന് പറയുന്നത്. അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് വുമണിൻ്റെ പ്രശ്നങ്ങളാണ്. വുമൺ ഡിസയേഴ്സ്, വുമണിൻ്റെ ഇന്നർ കോൺഫ്ലിക്ട്സ്, അവരുടെ ഡിസയേഴ്സ്, അതേപോലെ അവരുടെ ആങ്സിറ്റീസൊക്കെയാണ്. അതേപോലെ എല്ലാ സ്ട്രഗിൾസും ദാറ്റ് ഇസ് ഫേസ്ഡ് ബൈ വുമൺ എന്ന് പറയുന്നത്. അതേപോലെ അവരുടെ ഫീലിങ്സും ഇമോഷൻസും എക്സ്പീരിയൻസും ഒക്കെ അവരുടെ റൈറ്റിങ്സിലൂടെ അവർ റിഫ്ലക്റ്റ് ചെയ്യുന്നു. പിന്നെ അതേപോലെ തന്നെ അത് ഒരുപാട് ഇഷ്യൂസ് അതിലൂടെ പുറത്തു വരുന്നുണ്ട്. അവരുടെ ജെൻഡർ, ഐഡൻറ്റിക്കലായിട്ടുള്ള, സെക്ഷുവലായിട്ടുള്ള എല്ലാവിധ ഫെമിനിസം എന്ന രീതിയിലുള്ള ഒരുപാട് ഇഷ്യൂസും ഒക്കെ അത് വരുന്നുണ്ട്. അപ്പോൾ അതാണ് എന്ത് ചിക്ലിറ്റ് എന്ന് പറയുന്നത്. 18th സെഞ്ച്വറിയിലുള്ള ഡയറി ഫോം റൈറ്റിങ്ങിലുള്ള ഒരു ഫെമിനിസ്റ്റ് വേർഷൻ ഓഫ് ലിറ്ററേച്ചറാണ്. അതായത് വുമണിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ലിറ്ററേച്ചറാണ് എന്താണ് ചിക്ലിറ്റ് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ ഒരു ടേമാണ് കിച്ച് എന്ന് പറയുന്നത്. അത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഒബ്ജക്റ്റ് ഓഫ് ആർട്ട് ദാറ്റ് ക്യാൻ ബി കൺസിഡർഡ് ഒരു പൂവർ സ്റ്റൈലായിട്ടുള്ള, അതൊരു പിന്നെ എന്താണ് വൾണറബിളാണ്. അതേപോലെ ലാക്ക് ഓഫ് സ്റ്റൈലാണ്. കാരണം അതായത് താഴ്ന്ന ഒരു തരം താഴ്ന്നതാണ് എന്ന രീതിയിലാണ്, ഒരു തരം താഴ്ന്ന ആർട്ട് ഫോമാണ്. കാരണം ഇറ്റ് ഈസ് എമേർജ്ഡ് ബൈ ദ മാർജിനലൈസ്ഡ് പീപ്പിൾ ഓഫ് വെസ്റ്റേൺ, എസ്പെഷ്യലി ബ്ലാക്സ്. അപ്പോൾ വെസ്റ്റേണിലെ ബ്ലാക്ക് പീപ്പിളാണ് അത് എഴുതുന്നത്. അവരെഴുതുന്ന വർക്ക് ആയതുകൊണ്ടാണ് അതിനൊരു തരം താഴ്ന്ന വർക്കായിട്ട് പറയുന്നത് കേട്ടോ. ബട്ട് ആക്ച്വലി ഇറ്റ് പിന്നെ ഡെൽറ്റ് വിത്ത് മെനി ഡെപ്ത്ഫുൾ ആയിട്ടുള്ള കണ്ടൻ്റൊക്കെ അവർ ഡീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും അത് പിന്നെ ഹൈലി ഡിമാൻഡ് ആണ് ആ വർക്ക്. കാരണം അത് ഒരുപാട് പേരിലേക്ക് അത് എത്തുന്നുണ്ടെങ്കിൽ പോലും അതൊരു ലോ ബ്രോ ആയിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇറ്റ് ഈസ് ലെസ് ഇമ്പോർട്ടൻ്റ് ആണ് എന്താണ്, പക്ഷെ ഡീപ്പ് മീനിങ് അതിനുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഏതാണ്ട് ഇതിലുള്ള ഈ ഫസ്റ്റ് ബ്ലോക്കിൽ വരുന്ന ടേംസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും വരാനുള്ളത്. അപ്പോൾ ഇതിൽ ഓരോ സംഭവങ്ങളും എന്താണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. പിന്നെ നമ്മുടേതായിട്ടുള്ള ഭാഷയിൽ എഴുതുക എന്നുള്ളത് മാത്രമാണ് ഇതിലിപ്പോൾ ചെയ്യാനുള്ളൂ. കൾച്ചർ എന്താണ്, സിവിലൈസേഷൻ എന്താണ്, പിന്നെ ഐഡിയലിസം എന്താണ്, അതേപോലെ നമ്മുടെ ലിറ്റററി ക്യാനണ്, പോപ്പുലർ കൾച്ചർ, പോപ്പുലർ ലിറ്ററേച്ചർ. ഇതൊന്നും പോപ്പുലർ ലിറ്ററേച്ചർ എന്താണെന്ന് പറഞ്ഞിട്ടില്ല തോന്നുന്നു. പോപ്പുലർ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഇപ്പോൾ അതായത് ഈ ഒരു മിഡ് 19th സെഞ്ച്വറിയിലാണ് പോപ്പുലർ ലിറ്ററേച്ചർ നമ്മുടെ ഒരു അക്കാദമിക്സിൻ്റെ ഒക്കെ ഭാഗമായിട്ട് വന്നത്. അതായത് പോസ്റ്റ് മോഡേണിസത്തിന് ശേഷമാണ് പിന്നെ പോസ്റ്റ് മോഡേണിസമാണ് ഈ പോപ്പുലർ കൾച്ചറിനെയൊക്കെ പോപ്പുലർ ലിറ്ററേച്ചറിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ഈ പോപ്പുലർ ലിറ്ററേച്ചർ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടെക്സ്റ്റിൻ്റെ കാര്യമായിട്ട് പറയുന്നത്. അപ്പോൾ ഈ പോപ്പുലർ ലിറ്ററേച്ചറിൽ എന്താണ്, റൊമാൻസ് ഉണ്ട്, അതേപോലെ പലതരത്തിലുള്ള ഫാൻറ്റസീസും പിന്നെ ഡിറ്റക്റ്റീവ് വർക്ക്സ്, സയൻസ് ഫിക്ഷൻസ് എല്ലാം ഉൾപ്പെടുന്ന ഒരുപാട് റൈറ്റിങ്സ് ഉൾപ്പെടുന്ന സംഭവമാണ് പോപ്പുലർ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ യങ് ജനറേഷൻ, കമ്മിങ് ജനറേഷന് പോപ്പുലർ ലിറ്ററേച്ചർ പരിചയപ്പെടുത്താനുള്ള ഒരു വലിയൊരു മാർഗം എന്ന് പറയുന്നത് അക്കാദമിക്സ് ഇത് ഉൾപ്പെടുത്തുക എന്നതാണ്. അപ്പോൾ അക്കാദമിക്സിൽ അങ്ങനെയാണ് ഇത് വന്നത്. അങ്ങനെയാണ് പോപ്പുലർ ലിറ്ററേച്ചർ ഇപ്പം നമ്മളിലേക്ക് വരുന്നത്. അപ്പോൾ പിന്നെ യങ് ജനറേഷൻ അതേപോലെ തന്നെ പോപ്പുലർ ലിറ്ററേച്ചർ പോപ്പുലർ ലിറ്ററേച്ചറിൻ്റെ മീഡിയാസ് ഏതൊക്കെയാണ്? ഇപ്പം നോവൽസ്, ഫിലിംസ് എല്ലാം പോപ്പുലർ ലിറ്ററേച്ചറിൽ പെടും. അപ്പോൾ ഈ പോപ്പുലർ ലിറ്ററേച്ചറിലൂടെ എന്താണ് ഒരു കൾച്ചറൽ ട്രാൻസ്മിഷൻ തന്നെ നടക്കുന്നുണ്ട്. അതായത് മീഡിയാസാണ് ഒരു വിഷ്വലൈസിങ് ആണ് ആക്ച്വലി ബ്രെയിൻ സ്റ്റോം ആയിട്ട് നമുക്ക് ഒരു സംഭവം കാണുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നമ്മളിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ ഒരു മീഡിയാസിൻ്റെയൊക്കെ ഒരു സഹായത്തോടു കൂടി പോപ്പുലർ ലിറ്ററേച്ചർ എല്ലായിടത്തേക്കും സ്പ്രെഡ് ആവുകയും എസ്പെഷ്യലി സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് ഇന്ന് സിനിമ എന്ന് പറയുന്ന മാധ്യമമൊക്കെ അത്രത്തോളം പോപ്പുലർ ആവുകയും എല്ലാവർക്കും എല്ലാവരുടെയും കൾച്ചറും അവരുടെ ട്രഡീഷൻസും ഒക്കെ പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും മനസ്സിലാക്കാനും ഇന്ന് പറ്റുന്നുണ്ട്.
അപ്പോൾ മീഡിയ ഒരു ക്രൂഷ്യൽ റോൾ തന്നെ പോപ്പുലർ ലിറ്ററേച്ചറിൽ ഇന്ന് ചെയ്യുന്നുണ്ട്. ടെലിവിഷൻ ആണെങ്കിലും സിനിമയാണെങ്കിലും മറ്റുള്ള ഡോക്യുമെൻ്ററി വർക്ക്സ് ആണെങ്കിലും എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് മീഡിയ നമ്മളിലേക്ക് എത്തിച്ചത് കൊണ്ട് പോപ്പുലർ ലിറ്ററേച്ചർ വളരെയധികം പോപ്പുലറായി, ജനകീയമായി എന്നുള്ളതാണ്. പിന്നെ ഇതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജനറസും കാര്യങ്ങളെല്ലാം അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഇപ്പോൾ സയൻസ് ഫിക്ഷന്, അതേപോലെ പല രീതിയിലുള്ള ഡിറ്റക്റ്റീവ്, ചിൽഡ്രൻസ് ലിറ്ററേച്ചർ എല്ലാം ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട് പോപ്പുലർ ലിറ്ററേച്ചറിൽ. അപ്പോൾ ഇത് തന്നെയാണ് പോപ്പുലർ ലിറ്ററേച്ചർ എന്നുള്ള ഇതിൻ്റെ അടിയിൽ നമുക്ക് എഴുതാനുണ്ടാവുന്നത്. പിന്നെ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ജസ്റ്റ് ഇതിൻ്റെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. പിന്നെ മറ്റേ ബിമിയാൻ ഇതിൻ്റെ കൂടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ കാണാൻ ശ്രമിക്കുക.